എല്ലാ സമ്പത്തും അധികാരവുമുണ്ടായിട്ടും പെട്ടെന്നൊരു ദിവസം ചില കുടുംബങ്ങൾ തകർന്നടിയുന്നതും ചിലരുടെ ജീവിതം നരകതുല്യമായി മാറുന്നതും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബാഹ്യമായ യാതൊരു കാരണങ്ങളുമില്ലാതെ ഇന്നലെ വരെ ഉന്നതങ്ങളിൽ നിന്നിരുന്നവർ ഇന്ന് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിനു പിന്നിലെ അദൃശ്യമായ കാരണമെന്തായിരിക്കും? ഇതിനുള്ള ഉത്തരം തേടി നാം പോകേണ്ടത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനും പണ്ഡിതനുമായ ആചാര്യന്റെ വാക്കുകളിലേക്കാണ്. ഒരു വീടിനെ വീടാക്കി മാറ്റുന്നത് അതിലെ സ്ത്രീയാണ്. അതിൽ തന്നെ ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത് അവനോടൊപ്പം ജീവിക്കാൻ സ്വന്തം കുടുംബം ഉപേക്ഷിച്ചു വരുന്ന ഭാര്യയാണ്. ഒരു നല്ല ഭാര്യ എന്നത് കേവലം ഒരു ജീവിതപങ്കാളി മാത്രമല്ല, അവൾ ആ വീടിന്റെ ഐശ്വര്യമാണ്, ആ കുടുംബത്തിന്റെ നട്ടെല്ലാണ്. എന്നാൽ സ്വന്തം സ്വാർത്ഥത കൊണ്ടോ അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വാക്കുകൾ കേട്ടോ ഒരു പുരുഷൻ സൽസ്വഭാവിനിയായ തന്റെ ഭാര്യയെ വേദനിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? ആചാര്യൻ ഇതിന് നൽകുന്ന ഉത്തരം വളരെ വ്യക്തവും ഭയപ്പെടുത്തുന്നതുമാണ്. നിങ്ങൾക്കറിയാമോ, ഒരു നിഷ്കളങ്കിയായ സ്ത്രീയുടെ കണ്ണുനീരിന് ഒരു സാമ്രാജ്യത്തെ മുഴുവൻ ചുട്ടരിക്കാനുള്ള ശക്തിയുണ്ട്. അവൾ ഒരിക്കലും നിങ്ങളെ ശപിച്ചില്ലായിരിക്കാം, അവൾ ആരോടും പരാതി പറഞ്ഞില്ലായിരിക്കാം. എന്നാൽ അവളുടെ ഉള്ളിൽ നിന്നുതിരുന്ന ഓരോ നെടുവീർപ്പും നിങ്ങളുടെ സർവനാശത്തിനുള്ള വിത്തുകളായി മാറുകയാണ് ചെയ്യുന്നത്. ആചാര്യന്റെ നീതിശാസ്ത്രത്തിൽ കുടുംബബന്ധങ്ങളെക്കുറിച്ചും ഒരു പുരുഷൻ തന്റെ ഭാര്യയോട് കാണിക്കേണ്ട കടമകളെക്കുറിച്ചും വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു പുരുഷന്റെ വിജയത്തിനു പിന്നിൽ ഒരു സ്ത്രീയുണ്ട് എന്ന് പറയുന്നതുപോലെ തന്നെ ഒരു പുരുഷന്റെ പതനത്തിനു പിന്നിലും ഒരു സ്ത്രീയുണ്ടാകാം, പ്രത്യേകിച്ച് അവൻ ദ്രോഹിച്ച സൽഗുണസമ്പന്നയായ ഒരു ഭാര്യ. തന്റെ ഭർത്താവിനെയും കുടുംബത്തെയും സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന, അവരുടെ ഉന്നമനത്തിനായി രാവും പകലും കഷ്ടപ്പെടുന്ന ഒരുവളെ നിരന്തരം മാനസികമായോ ശാരീരികമായോ വേദനിപ്പിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുടെ തകർച്ചയാണ്. ആദ്യത്തെ പ്രത്യാഘാതം സാമ്പത്തിക തകർച്ചയാണ്. ആചാര്യൻ പറയുന്നു, സ്ത്രീകൾ ആദരിക്കപ്പെടാത്തയിടത്ത്, അവർ കണ്ണുനീരൊഴുക്കുന്ന ഇടത്ത് ഒരിക്കലും ഐശ്വര്യദേവത കുടികൊള്ളുകയില്ല എന്ന്. നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മീദേവിയുടെ സാന്നിധ്യമുണ്ടാകണമെങ്കിൽ ആ വീടിന്റെ വിളക്കായവൾ സന്തോഷവതിയായിരിക്കണം. ഒരുവൾ തന്റെ ഭർത്താവിന്റെ ക്രൂരതകൾ സഹിച്ച് ആരുമറിയാതെ അടുക്കളത്തളങ്ങളിലിരുന്ന് കരയുമ്പോൾ ആ കണ്ണുനീർത്തുള്ളികൾ വീഴുന്നത് ആ വീടിന്റെ ഐശ്വര്യത്തിനുമേലാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാം, സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞുപോകാം, പ്രതീക്ഷിക്കാത്ത വലിയ ബാധ്യതകൾ നിങ്ങളുടെ തലയിൽ വന്നു ചേരാം. പുറമേ നോക്കുമ്പോൾ ഇതെല്ലാം കേവലം സാമ്പത്തിക പ്രശ്നങ്ങളായി തോന്നാമെങ്കിലും അതിന്റെ യഥാർത്ഥ കാരണം നിങ്ങൾ വേദനിപ്പിച്ച ആ പാവം സ്ത്രീയുടെ ശാപമായിരിക്കും. എന്തുതന്നെ ചെയ്താലും പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ, കടത്തിന്മേൽ കടം കയറുന്ന അവസ്ഥ, ഇതെല്ലാം തുടങ്ങുന്നത് ഒരു നല്ല ഭാര്യയുടെ കണ്ണുനീരിൽ നിന്നാണ്. രണ്ടാമതായി, നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെടും. ലോകത്ത് എന്തു വലിയ കാര്യം വെട്ടിപ്പിടിച്ചാലും രാത്രിയിൽ സ്വസ്ഥമായി ഒന്നുറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തർത്ഥമാണ് ആ ജീവിതത്തിനുള്ളത്? സൽസ്വഭാവിനിയായ ഒരു ഭാര്യയെ ദ്രോഹിക്കുന്നവന് ഒരിക്കലും മനസ്സമാധാനം ലഭിക്കുകയില്ല. അവന്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. അകാരണമായ ഭയവും ഉത്കണ്ഠയും അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. വീടിനുള്ളിൽ എപ്പോഴും കലഹങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾ എത്ര വലിയ പുണ്യസ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാലും എത്ര വലിയ വഴിപാടുകൾ നടത്തിയാലും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകില്ല. കാരണം ഏറ്റവും വലിയ പുണ്യം ലഭിക്കുന്നത് സ്വന്തം കുടുംബത്തെ, പ്രത്യേകിച്ച് നിങ്ങളെ വിശ്വസിച്ചു വന്ന ഭാര്യയെ സന്തോഷത്തോടെ നോക്കുമ്പോഴാണ്. അവളെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയും ദൈവം കേൾക്കുകയില്ല. നിങ്ങളുടെ വീടിനുള്ളിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഊർജ്ജം നിറഞ്ഞു നിൽക്കും. സന്തോഷം എന്ന വാക്ക് ആ വീടിന്റെ പടി കടക്കുകയില്ല. ഇതുവരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും ഈ ആശയങ്ങൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഒരു ചെറിയ ലൈക്ക് ഈ അറിവുകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കും. തുടർന്ന് ആചാര്യൻ പറയുന്നത്, സൽസ്വഭാവിനിയായ ഭാര്യയെ ദ്രോഹിക്കുന്നത് കേവലം ആ വ്യക്തിയെ മാത്രമല്ല, വരും തലമുറയെ കൂടി നശിപ്പിക്കുമെന്നാണ്. ഒരു അമ്മയുടെ കണ്ണുനീർ കണ്ടു വളരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. അവർക്ക് ഒരിക്കലും ആരോഗ്യകരമായ ഒരു മാനസിക വളർച്ച ഉണ്ടാകുകയില്ല. ഒന്നുകിൽ അവർ ഭയമുള്ളവരായി മാറും, അല്ലെങ്കിൽ അക്രമസ്വഭാവം കാണിക്കുന്നവരായി മാറും. നിങ്ങളുടെ കർമ്മഫലം നിങ്ങളുടെ മക്കളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഒരു നല്ല ഭാര്യ തന്റെ മക്കൾക്ക് നൽകേണ്ട സ്നേഹവും പരിചരണവും പൂർണ്ണമായി നൽകാൻ കഴിയാത്ത വിധം മാനസികമായി തളർന്നുപോകുമ്പോൾ ആ കുടുംബത്തിന്റെ ഭാവിയാണ് അവിടെ നശിക്കുന്നത്. സ്വന്തം ഭാര്യയെ ബഹുമാനിക്കാത്ത ഒരുവനെ അവന്റെ മക്കളും ബഹുമാനിക്കില്ല. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും പരിചരണവും ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ തീർത്തും ഒറ്റപ്പെടും. അന്ന് നിങ്ങൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് വിലപിച്ചിട്ട് യാതൊരു കാര്യവുമുണ്ടാകില്ല. മാത്രമല്ല, സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയ അപമാനം നേരിടേണ്ടിവരും. ഒരുപക്ഷെ നിങ്ങൾ പുറമേ വളരെ മാന്യനായി അഭിനയിക്കുന്ന ഒരാളായിരിക്കാം, സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളുള്ള ആളായിരിക്കാം. എന്നാൽ സ്വന്തം വീടിനുള്ളിൽ ഒരു ചെകുത്താനായി മാറുന്നവന്റെ മുഖംമൂടി അധികകാലം നിലനിൽക്കില്ല. കാലം അവനെ സമൂഹത്തിനു മുൻപിൽ തുറന്നുകാട്ടും. സൽഗുണസമ്പന്നയായ ഒരുവളെ ദ്രോഹിക്കുന്നവന് സമൂഹത്തിൽ ലഭിക്കുന്ന എല്ലാ ആദരവും ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടും. ആളുകൾ അവനെ വെറുക്കാൻ തുടങ്ങും. ഉറ്റവരും ഉടയവരും അവനിൽ നിന്ന് അകന്നുപോകും. ഒരു വലിയ വൃക്ഷം ഉള്ളിൽ നിന്ന് ദ്രവിച്ച് ഒരു ചെറിയ കാറ്റിൽ കടപുഴകി വീഴുന്നതുപോലെ അവന്റെ സകല പ്രതാപവും തകർന്നടിയും. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഇതിന് നിരവധി ഉദാഹരണങ്ങൾ കാണാൻ കഴിയും.
എത്ര വലിയ രാജാവാണെങ്കിലും സ്വന്തം പത്നിയെയോ അല്ലെങ്കിൽ മാതൃതുല്യയായ ഒരു സ്ത്രീയെയോ അപമാനിച്ചവരോ ദ്രോഹിച്ചവരോ ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല. രാവണന് സർവനാശം സംഭവിച്ചത് സീതാദേവിയെ അപമാനിച്ചതിലൂടെയാണ്. ദുര്യോധനന്റെയും കൗരവരുടെയും പതനത്തിന് തുടക്കം കുറിച്ചത് പാഞ്ചാലിയെ സഭാമധ്യത്തിൽ വെച്ച് അപമാനിച്ചപ്പോഴാണ്. ഇതൊന്നും കേവലം കഥകളല്ല, മനുഷ്യജീവിതത്തിൽ എക്കാലത്തും പ്രസക്തമായ പാഠങ്ങളാണ്. ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും അവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടെ പ്രകൃതി ഇടപെടും. ആ ഇടപെടൽ വളരെ ക്രൂരമായിരിക്കും. ചില പുരുഷന്മാർ വിചാരിക്കുന്നത് തങ്ങൾ ശാരീരികമായി ശക്തരായതുകൊണ്ട് ഭാര്യയെ എന്തു വേണമെങ്കിലും ചെയ്യാമെന്നാണ്. അല്ലെങ്കിൽ സാമ്പത്തികമായി അവൾ തന്നെ ആശ്രയിക്കുന്നതുകൊണ്ട് അവൾക്ക് പ്രതികരിക്കാൻ കഴിയില്ലെന്ന ധാർഷ്ട്യമാണ് പലർക്കും. എന്നാൽ ആചാര്യൻ വളരെ കൃത്യമായി പറയുന്നു, ശാരീരിക ബലമോ സാമ്പത്തിക ശേഷിയോ അല്ല യഥാർത്ഥ ശക്തി, ധാർമ്മികതയാണ് യഥാർത്ഥ ശക്തി. തന്റെ ധർമ്മം കൃത്യമായി പാലിക്കുന്ന ഭർത്താവിനോട് പൂർണ്ണമായ കൂറുപുലർത്തുന്ന ഒരു ഭാര്യയുടെ ധാർമ്മിക ശക്തിക്ക് മുൻപിൽ മറ്റെല്ലാ ശക്തികളും നിഷ്പ്രഭമാണ്. അവളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ സ്വന്തം വേരുകൾ തന്നെയാണ് വെട്ടുന്നത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രം, നിങ്ങൾ ജീവിക്കുന്ന വീട്, ഇതെല്ലാം ഒരുക്കിവെക്കുന്നവളോട് കാണിക്കുന്ന നന്ദികേടിന് പ്രകൃതി നിങ്ങൾക്ക് നൽകുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും. ഒരു കുടുംബത്തിൽ അഭിപ്രായവ്യത്യാസങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുകളുണ്ടാകാം. എന്നാൽ അതൊരിക്കലും അവൾക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള മാനസിക പീഡനമായി മാറരുത്. തെറ്റുകൾ മനുഷ്യസഹജമാണ്, അത് തിരുത്താൻ ഇരുവർക്കും ബാധ്യതയുണ്ട്. എന്നാൽ ഒരു കാരണവുമില്ലാതെ സ്വന്തം ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ഒരുവളെ ദ്രോഹിക്കുന്നത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. നിങ്ങൾക്കറിയാമോ, ഒരു നല്ല ഭാര്യ പലപ്പോഴും നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുന്നത് അവൾക്ക് പ്രതികരിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, മറിച്ച് ആ കുടുംബം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. സ്വന്തം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി അവൾ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങൾ അവളെ കൂടുതൽ കൂടുതൽ ദ്രോഹിക്കുകയാണെങ്കിൽ ഒരുനാൾ അവളുടെ ക്ഷമ നശിക്കും. അവൾ പ്രതികരിച്ചില്ലെങ്കിലും കാലം നിങ്ങൾക്ക് നൽകേണ്ട മറുപടി നൽകിയിരിക്കും. ആചാര്യന്റെ വാക്കുകൾ ഇന്നത്തെ കാലത്തും 100% സത്യമാണ്. ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഭാര്യയെ കണ്ണുനീർ കുടിപ്പിച്ച ഒരുവനും ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിച്ച് മരിച്ചിട്ടില്ല എന്നത്. ഒന്നുകിൽ അവർ മാരകമായ രോഗങ്ങൾ വന്ന് നരകിക്കും, അല്ലെങ്കിൽ സമ്പത്തെല്ലാം നശിച്ച് തെരുവിലാകും. ഇതെല്ലാം കർമ്മഫലമാണ്. നാം എന്തു കൊടുക്കുന്നുവോ അത് നമുക്ക് തിരികെ ലഭിക്കും എന്നത് പ്രകൃതി നിയമമാണ്. സ്നേഹം കൊടുത്താൽ സ്നേഹം ലഭിക്കും, വേദന കൊടുത്താൽ അതിലും വലിയ വേദന തിരികെ ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ പാതിയായ നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ഒപ്പം നിൽക്കുന്നവളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു സ്വർഗം പടുത്തുയർത്താൻ കഴിയില്ല. നിങ്ങൾ പണിയുന്നത് നിങ്ങളുടെ തന്നെ ശവപ്പറമ്പാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ ഒരു നല്ലവളാണെങ്കിൽ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സ്നേഹിക്കുന്നവളാണെങ്കിൽ അവളെ പൊന്നുപോലെ നോക്കുക. അവൾക്ക് വേണ്ട പരിഗണനയും സ്നേഹവും ബഹുമാനവും നൽകുക. നിങ്ങളുടെ വീട് ഐശ്വര്യപൂർണ്ണമാകും, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ തേടിയെത്തും, നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. മറിച്ച് അവളെ ദ്രോഹിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ സർവനാശം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ആചാര്യന്റെ മുന്നറിയിപ്പാണ്, കാലം തെളിയിച്ച സത്യമാണ്. ഇത് നിങ്ങൾക്ക് ഒരു മാറ്റത്തിനുള്ള സമയമാകട്ടെ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ അറിവുകളുമായി അടുത്ത തവണ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.